ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ വേറൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ ആദ്യമേ എണീറ്റു. 2 ദിവസമായിട്ട് മോനായിരുന്നു ഞങ്ങൾ എണീപ്പിച്ചോണ്ടിരുന്നത് ചേട്ടോ. അവൻ 2 തട്ടൊക്കെ തരുമ്പോഴേക്കും ഞങ്ങൾ ചാടി എണീക്കും. ഇന്ന് ഞാൻ ആദ്യമേ എണീറ്റു. അത് കഴിഞ്ഞിട്ട് പുറകെ ഏട്ടനെ എണീറ്റു, മോനും എണീറ്റു. അതുകൊണ്ട് പെട്ടെന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇനിയിപ്പോൾ ചായയും കൂടെ വെച്ചാൽ മതി. അപ്പൊ അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആവും. ഇനി ഉച്ചക്കത്തെ സംഭവം ഉണ്ട്, അത് തുടങ്ങണം. ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യണം. ഞാൻ ഇതിന്റെ ഇടയിൽ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മോനു എണീറ്റു. അവനാണെങ്കിൽ എണീറ്റ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോണോ? ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടരാം. ഇന്ന് ഉപ്പുമാവാണോ? അപ്പൊ എനിക്കാ ഏട്ടന് മൈദ ദോശ. എന്ത് കഷ്ടം നോക്കണേ. എനിക്ക് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് അമ്മയാണേലും ആരാണേലും എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണ ദിവസം എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരും കേട്ടാ. ഞാനും മോനും ഉപ്പുമാവ്, ഏട്ടന് മൈദ ദോശ. ഇനി ചായ വെക്കണം, ചോറ് തിളപ്പിക്കണം, കറി വെക്കണം. എന്ത് കറി വെക്കും ഏട്ടാ? നിനക്ക് ഇഷ്ടമുള്ള വെച്ചോ. പരിപ്പ് വേണോ? എന്തായാലും കുഴപ്പമില്ല. അപ്പൊ കറി എന്താന്ന് തീരുമാനിക്കട്ടെ. അയ്യോ, ഈ കറി ശരിക്കും പറഞ്ഞാ ഈ തലേദിവസം എന്റെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ നാളെ എന്താ വേണ്ടേന്നപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കമ്മേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ആ ചോദ്യത്തിനുള്ള അർത്ഥം മനസ്സിലായത്. ശരിക്കും തലേദിവസം ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് നാളെ എന്തുണ്ടാക്കും എന്നുള്ളത്. ഇപ്പൊ ഇന്നലെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് അമ്മ നാളെ ഞാൻ എന്തുണ്ടാക്കും, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. അമ്മ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആ റിപ്ലൈ തന്നെ തരുന്നത്. എന്നിട്ട് അമ്മ അറിയാ കണ്ടോ, ഞാൻ എപ്പോഴും ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആർക്കും ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിറ്റേ ദിവസം എന്തുണ്ടാക്കും, എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് ഭയങ്കര പാടാണ്. ഒരാൾക്ക് അതെങ്ങനെ പറഞ്ഞു തരാനും പറ്റും. കാരണം വെച്ചാൽ ഫ്രിഡ്ജിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ള നിനക്കല്ലേ ഐഡിയ ഉള്ളൂ. ഇപ്പം സാമ്പാർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരി ഐഡിയ കിട്ടുമല്ലോ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചില്ലി ചിക്കൻ വേണം. അല്ല നീല വെച്ച് എന്തുണ്ടാക്കൂന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടില്ലേ, ഇതുപോലുള്ള മറുപടികൾ പ്രതീക്ഷിക്കണം. അപ്പൊ എന്റെ ഉപ്മാവ് ഞാൻ ആദ്യമായിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കണത്. പക്ഷെ ഭാഗ്യത്തിന് റെഡി ആയിട്ടുണ്ട്. എനിക്ക് സാധനം ഒന്നും തോന്നരുത്, വേണ്ട. കണ്ടില്ലേ, അവളുടെ ഫുഡ് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ ഏട്ടാന്ന് വിളിക്കണ ഞാൻ താഴ്ന്നവരെ വിളിച്ചോള്. ഗൈസ്, ഇതാണ് തനി നിറം. അനുവിടെ തനി നിറം പുറത്തു വന്നു. ഷേക്ക് ഉണ്ടാക്കിയാലോ? 2 കല്ല് കൊടുത്താ മതി. മോനിന് ചായ അല്ലെങ്കിൽ ഷേക്ക്. അമ്മ കേക്കൂലല്ലോ. വീഡിയോ കാണുമ്പോഴല്ലേ അപ്പൊ നമ്മള് വയറില് കഴിച്ചത് ദഹിച്ചു പോയിട്ടുണ്ടാവും. രാവിലെ കോള് വന്നിട്ടില്ലട്ടാ അമ്മയുടെ. അല്ലെങ്കിൽ രാവിലെ എന്തായി ചോദിക്കാനായിട്ട് വിളിക്കും. ഇന്ന് ചിലപ്പോ എഴുന്നേറ്റ് വൈകിപ്പോയിട്ടുണ്ടാവും. നല്ല കൈവേദന ഉണ്ടെന്നാ പറഞ്ഞ. ഓ, അപ്പൊ രാത്രി മിക്കവാറും ഉറക്കം ശരിയാവണില്ല എന്നാ കേട്ടത്. എന്റെ കോലൊന്നും തോന്നുന്നുണ്ട്, ഇതെന്റെ നൈറ്റ് ഡ്രസ് ആണ്. വീട്ടില് ചെരുപ്പൊക്കെ ഇട്ട് കണക്കണേട്ടാ പരിഷ്കാരി. അത് മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്കെന്തായാലും തണുപ്പ് പറ്റത്തില്ല കാലില്. ഭയങ്കര പാടാ. ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചോറ് റെഡി. ചോറ് തിളപ്പിക്കാൻ പോവാ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണാം.
ഒരാൾ തേങ്ങ പൊട്ടിക്കണുണ്ട്. തേങ്ങ വെള്ളം എനിക്ക്. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. ഉണ്ട് 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 ഉണ്ട്. ആ സാരില്ല സാരില്ല, ഞാൻ വെച്ചേക്ക്. നോ 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 കേട്ടോ. പിന്നെ താ എന്തെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ തേങ്ങ ചിരണ്ടണ്ട, നിന്റെ കൈ മുറിയും, ഞാൻ തേങ്ങ ചിരണ്ടി തരാന്ന്. ഞാൻ ഇത്ര ഇതിനെക്കാട്ടും സ്പീഡിൽ ഞാൻ ചിരണ്ടും. എന്ത് പണി കൊടുക്കും ഞങ്ങള്. ഇവള് പണ്ട് ആശാരിയായിരുന്നു തോന്നുന്നുണ്ട്. ഇവള് മറ്റേ തേങ്ങ മാത്രമല്ല മരമൊക്കെ ചിരണ്ടിയിട്ടുണ്ട് അതിനകത്ത്. ചിരട്ട ചിരണ്ടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ മോനിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവനെ കുളിപ്പിക്കാൻ പാതി ഞാനും കുളിക്കും. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ടീഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ കഴിഞ്ഞ ഫുഡ് വേണോ? ടൈംടേബിൾ പ്രശ്നമാണ്. നടക്കും മോനു. മടിയനാണ് ഏട്ടൻ. പണ്ട് മര്യാദ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെയാണ് നടപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഫുഡ് ഞങ്ങൾ ഫുഡ് കൊടുക്കട്ടെ. മോനൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാ ഫുഡൊക്കെ കഴിച്ചാ. ഫുഡ് മൊത്തം കഴിച്ച്. ഇന്ന് ഉപ്പുമാവായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പോൾ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മോനിന് ചായ കൊടുക്കണം. ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ TV കാണുന്ന ടൈമാണ്. അപ്പം എൻ്റെ മാഗി ചിക്കൻ നൂഡിൽസ് ഇവിടെ തയ്യാറാവുന്നു. ഇപ്പുറത്ത് പരിപ്പ് കറി തയ്യാറാവുന്നുണ്ട്. ഇനി ചെമ്മീൻ ഉലർത്തണം. ഉപ്പുമാവ് കുറച്ചുകൂടി ബാക്കിയേ ഉള്ളൂ. അനുഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെയാണ് അനുഭവം. വീട്ടിൽ ചാടി ചാടി നടക്കുക. ഒരു തരി പോലും ബാക്കി വെക്കാതെ ഫുഡ് പഠിച്ചു തീർക്കുന്ന ലേ ഭാര്യ. നൂഡിൽസാ നോക്കിയിരുന്നാ മതി. ഒരെണ്ണം പോലും തരൂല. ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞാൻ ഉപ്പുമാവ് കഴിച്ചോളാന്ന് അല്ലേ? ശരി. ഓ പിന്നെ ഞാൻ അന്തസ്സായിട്ട് വെള്ളമാക്കിട്ട് വീണ്ടും തിന്നും. ഗ്യാസ് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുഴിയൻ പാത്രമാണ് നല്ലത്. എൻ്റെ കുഴിയൻ പാത്രം കൊണ്ട് അനുഭവം പോയി അതിനകത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കണത്. ചെറിയൊരു കുഴിവൊക്കെ ഉണ്ട്. എന്നാലും നല്ലത് എപ്പോഴും കുഴിയൻ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മുക്കിയിട്ടുണ്ടാക്കണതാണ്. ഞാനിവിടെ നിന്ന് നൂഡിൽസ് കഴിക്കുന്നുണ്ടാവും. കൊച്ചെന്തായാലും അവിടെ നിന്ന് നോക്കിക്കേ പൊതിയിരുന്നു അവിടെ നിന്ന് പൊതിയിട്ടുണ്ട്. മാവടിച്ച അപ്പം തന്നെ കൊടുത്തോ അവന്? ഒരുപാട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറ്.
ഇനി നമുക്ക് മോനുവിനെ ഒന്ന് ടോയ്ലറ്റിൽ ഇരുത്താട്ടോ. കാരണം അവന് ചായ കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളെ കൊണ്ട് ഇരുത്താറുണ്ട്. ഇവൻ ഏട്ടനെ കാണുമ്പോഴാട്ടോ ഈ കഴുത്തിലോട്ട് പിടിക്കണേ. അമ്മയുടെ അടുത്തൊക്കെ നല്ല സുഖമായിട്ട് നടന്നു പോകും. ഏട്ടനെ എടുത്തെടുത്ത് ശീലിപ്പിച്ച കാരണം അവനിപ്പം ഭയങ്കര മടിയനാണ്. ഇതെന്താ ഉണ്ടാക്കണേ? ഓ, ചെമ്മീൻ വളർത്തുന്നാൻ പോകുന്നല്ലേ. ഇപ്പൊ ഇനി ചെമ്മീൻ വളർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിപ്പരിപ്പ് റെഡിയായി. എവിടെ കട്ടിപ്പരിപ്പ്? ഇതിനകത്താണോ? ഓ, നൈസ്. ഇപ്പൊ ചെമ്മീൻ ഒലത്ത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ചോർ 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 കുമ്മട്ടിക്കാച്ചോർ. മമ്മൂക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്കാച്ചോർ. ചെമ്മീൻ വളർത്തിയതും പരിപ്പും നല്ല നെയ്യ് ഒഴിച്ച പരിപ്പും. ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവന്റെ പാക്കൊക്കെ പോയി. ഇപ്പൊ ഒറ്റ പാക്കായി മാറുന്നുണ്ട്. 6 പാക്ക് ആയിരുന്നു. കുറച്ചൊക്കെ കാണാം ബാക്കിൽ 6 പാക്ക്. എന്നാലും പറ്റിക്കണ നീ കഷ്ടമുണ്ട് കേട്ടാ. അപ്പൊ ചോറ് കഴിക്കട്ടെ അവൻ സമാധാനമായിട്ട്. അപ്പൊ മോനിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് വീണ്ടും മോനിനെ ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. മോനിന് ബാത്റൂമിൽ കൊണ്ടുണ്ട് കേട്ടാ. കമാൻ ബാ നടക്കാം. ഇനി ഇങ്ങനെ നടക്കുമോ കേട്ടോ. അപ്പൊ ഞങ്ങളിതേ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഞങ്ങളിതേ ചോറ് കഴിക്കാൻ പോവാ. ചോറും പരിപ്പ് കറിയും ചെമ്മീൻ ഉളത്തിയത്. ഏട്ടന്റെ രണ്ടാമത്തെ റൗണ്ടാണ്. ഞാൻ കാണിച്ചു തരാട്ടാ. ഗൈസ്, അനുപ ഇന്ന് തകർത്തു. ചെമ്മീൻ വളർത്തിയതും സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കറി നല്ല ശരിക്കും പറഞ്ഞാൽ സദ്യയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള അത്രയും ടോപ്പ് അടിപൊളി. നല്ലതെന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. മോശമായിരുന്നു ഞാൻ കാലം എടുത്തേനെ. പക്ഷെ ഇത് അത്യുഗ്രനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ റൗണ്ട്. ഞാൻ രണ്ടാമത്തെ റൗണ്ട് ചോറ് പൊതുവെ കഴിക്കാറില്ല വീട്ടിൽ ഉച്ചയ്ക്ക്. ഇത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് തിരക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇളയച്ചനും ഇന്നമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയുടെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കത്തി അടിച്ചിരുന്ന് സമയം പോയി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ഒതുക്കി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശരിക്കും കിടന്നുറങ്ങാനുള്ള ക്ഷീണമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ദിവസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അനുപ സൈനിങ് ഓഫ്. ബൈ.